നോ ഫാപ്പ് സം ഇയേഴ്സ് ആയിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിച്ചിട്ട് അല്ലേ. അതിന് ശേഷമാണെങ്കിലും കുറച്ച് കോൺട്രവേഴ്സി വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോ എന്നുള്ളത് നോ ഫാപ്പിന്റെ കുറച്ച് റിയാലിറ്റി സൈഡ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക, പച്ചയായിട്ടുള്ള കുറച്ച് റിയാലിറ്റി സൈഡ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. The subjects of the study were shown images of explicit porn to see if their reward centers would respond in the same way as drug addicts. If they did, it would suggest that porn might indeed be addictive for them. In people who are dependent on nicotine, alcohol, or cocaine, when they're exposed to cues, they end up having an increase in activity. So what we see here is in response to an explicit video. Yes. And we see there's a very clear increase in activity in the reward center. ആദ്യം തന്നെ നമ്മൾ ഇടുന്ന ഒരു ഡിസ്ക്ലെയിമർ ആണ്, നോ ഫാപ്പ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ബ്രഹ്മചാരിയായിട്ട് മാറണം, ആ രീതിയിലുള്ള കോൺസെപ്റ്റ് ഒന്നും അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ചെയ്യാനായിട്ട് അത്രത്തോളം ഈസി ആയിരുന്ന, വളരെ നല്ല രീതിയിൽ പ്ലഷർ തന്നിരുന്ന ഒരു കാര്യത്തെ നമ്മൾ നിശ്ചിത ദിവസം ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് പ്രഖ്യാപിച്ച് അത് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിനകത്ത് ജനറേറ്റ് ആവുന്നത്, ഓക്കെ നീ ഒരു കാര്യം നീ ചെയ്യണ്ട എന്ന് പറയുന്ന സമയത്ത് യു ആർ നോട്ട് ഡൂയിങ്, നീ അത് ചെയ്യുന്നില്ല, അത് കാരണം ഓക്കെ യു ആർ സംതിങ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളുടെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്നുണ്ടാവും അല്ലെ. ആ ഒരു അല്ലെങ്കിൽ ഒരു വിൽ പവർ, ഓക്കെ എനിക്ക് ഈ കാര്യത്തെ വേണ്ട എന്ന് വെക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിൽ പവർ നമ്മളുടെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഇനി ഇതിൽ ഒരു അഡിക്ഷൻ ലെവലിലുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോക്കസിനെ ഡൈവേർട്ട് ചെയ്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലഷർ തരുന്ന ഒരു കാര്യം എന്നുള്ളത് മാസ്റ്റർബേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. സോ അത്തരത്തിലുള്ള ഒരു വ്യക്തി കുറച്ച് ദിവസം നോ ഫാപ്പ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫോക്കസ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ് ആവുന്നുണ്ടാവും അല്ലേ. അത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമായിരിക്കും. സോ ഇത്തരത്തിൽ ഫോക്കസ്, കോൺഫിഡൻസ്, വിൽ പവർ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് നമ്മൾ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി കൺസിസ്റ്റന്റ് ആവാനായിട്ട് പറ്റുന്നുണ്ടാവും, നമുക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. നമ്മളിപ്പോൾ നമ്മളുടെ തന്നെ ഒരു ഗോളിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് നമ്മളെ കൊണ്ട് ഇടാൻ പറ്റുന്നുണ്ടാവും. സോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന, ഏറ്റവും ചെയ്യാനായിട്ട് ഈസി ആയിരുന്ന, ഏറ്റവും പ്ലഷർ തരുന്ന ഒരു കാര്യത്തെ ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ബിൽഡ് ആവുന്നുണ്ട്, ഒരു വിൽ പവർ എന്നുള്ള കാര്യം ബിൽഡ് ആവുന്നുണ്ട്. സോ ഇതിനെ സോഴ്സ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു സക്സസ് എന്നുള്ളത് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി എന്നുള്ളത് കൂടുതലായിരിക്കും. ഇത് നോ ഫാപ്പിന്റെ ഒരു റിയാലിറ്റി സൈഡ് എന്നുള്ള രീതിയിൽ പറയാം. ഇനി ചിലർ പറയുന്നുണ്ടാവും, ഓക്കെ മാസ്റ്റർബേഷൻ, ഫാപ്പിംഗ് എന്നുള്ളതൊക്കെ ഒരു സ്ട്രെസ് റിലീഫ് തിങ് ആണ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ പറയുന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ വിഷയമല്ല. പക്ഷേ ഒരു കാര്യം കൂടി ഞാനിവിടെ റിമൈൻഡ് ചെയ്യുകയാണ്, നമുക്ക് ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ട് ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യണം എന്നുള്ളത് നമ്മളുടെ കൺട്രോളിലാണ് അല്ലേ. ഇപ്പം നമ്മളുടെ മുന്നിൽ ഒരു സിറ്റുവേഷൻ വരികയാണ്, ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്, സ്ട്രെസ് റിലീഫ് ചെയ്യണം എന്നുള്ളത് നെസസറി ആയിട്ടുള്ള, മാൻഡറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു സ്ട്രെസ് റിലീഫിന് കണ്ടുപിടിക്കുന്ന സോഴ്സ്, അതിന് ഫാപ്പിംഗ് ആവാം, ഓക്കെ വിഷയമില്ല. പക്ഷെ അതിനേക്കാളും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ ഉണ്ടാവാം. അതായത് മെഡിറ്റേഷൻ, എക്സസൈസ്, അത് എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റണമെന്നും ഇല്ല. പക്ഷെ ഇത് നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്ട്രെസ് റിലീഫ് എന്നുള്ള കാര്യത്തിന് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടി ഇവിടെ ഡിസ്ക്ലെയിമർ ഇടുകയാണ്, നമ്മൾ നോ ഫാപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സെലിബസി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനോ നിങ്ങളെ ഒരു ബ്രഹ്മചാരിയായിട്ടുള്ള ജീവിതം ജീവിപ്പിക്കാനോ ഒന്നുമല്ല. സോ നമ്മൾ ഇത്ര നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന, നമ്മളുടെ ഉള്ളിൽ വിൽ പവർ എന്നുള്ളത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ കുറച്ച് നാൾ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ടാവും, നമ്മളുടെ ഫോക്കസ് എന്നുള്ളത് കൂടുന്നുണ്ടാവും. ഫോക്കസ് ഈസ് മണി, ഫോക്കസ് ഈസ് സക്സസ് എന്നാണ് പറയാ. സോ ആ ഫോക്കസ് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സക്സീഡ് ആവുന്നുണ്ടാവും. ഇനി നിങ്ങൾ അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ ഇവിടെ ഒന്നും ലേബൽ ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി.
നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്കിടുക. നിങ്ങളുടെ ചുറ്റിലുള്ള റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പാരൻസും ആയിട്ടുള്ള, നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളത് അതിന് ഒരു മാർക്കിടുക. നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഞാൻ എത്രത്തോളം എൻ്റെ ഡെഡിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം എനിക്ക് പ്രൊഡക്റ്റീവ് ആവാനായിട്ട് പറ്റുന്നുണ്ട്, എത്രത്തോളം ഞാൻ എന്നെ തന്നെ അർപ്പിച്ചിട്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ളതിനും ജസ്റ്റ് ഒരു മാർക്ക് ഇടുക. അതുപോലെ തന്നെ നമ്മളുടെ മറ്റു പല ഏരിയാസും ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് ഞാൻ ഇപ്പം എത്രത്തോളമാണ് ചെയ്യുന്നത്, അതിന് നമ്മളൊരു മാർക്ക് കൊടുക്കുക. ഇപ്പം നമ്മൾ ഹെൽത്ത് വൈസ് പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. സോ അത് നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് ചെയ്യാതിരിക്കുന്നതിന്, ഈ ഒരു ലാക്നെസ്സിന് കാരണമായിട്ടുള്ള ചില ശീലങ്ങൾ എന്തൊക്കെയാണ്, ചില തിങ്കിങ് പാറ്റേൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മേ ബി എല്ലാവരുടെ കാര്യത്തിലും ചിലപ്പോൾ ഈ മാസ്റ്റർബേഷൻ ആയിരിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആവും, നിങ്ങൾ ഇത് ചെയ്യരുത്, അങ്ങനെയുള്ളൊരു ലേബലേ അല്ല ഇവിടെ പറയാൻ പോകുന്നത്. മേ ബി നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ശീലം എന്നുള്ളത് അവിടെ നിങ്ങൾക്കൊരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതിൽ നിങ്ങളൊരു ബെറ്റർനെസ് എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഇടയ്ക്ക് ചെയ്യാവുന്ന ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ മൈൻഡ്, ബോഡി കാര്യങ്ങളൊക്കെ ഒരു അലൈൻമെൻറ്റിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു കൈൻഡ് ഓഫ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങളോടൊക്കെ അറിയിക്കണം എന്ന് വിചാരിച്ചതാണ്. ഇതിൻ്റെ കുറച്ച് റിയാലിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫർദറായിട്ട് നോഫാപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത്, നോഫാപ്പ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഇല്യൂഷൻസ് മൈൻഡിൽ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മളാണെങ്കിലും ചില തംബ്നെയിൽസിലൊക്കെ കുറച്ച് പിക്ചേഴ്സ് എന്നുള്ളത് യൂസ് ചെയ്തിട്ടുണ്ടാകും. സോ ആ പിക്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് തംബ്നെയിലിൻ്റെ ഒരു ക്ലിക്കബിൾ റേഷ്യോ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഓക്കെ അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാവും, അങ്ങനെ ആവും, ഇങ്ങനെ ആവും എന്നുള്ള ഒരു ഇല്യൂഷൻ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു പ്രാക്ടിക്കൽ സൈഡായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ആരൊക്കെയാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് താഴെ കമൻറ്റിൽ അറിയിക്കുക. ഇനി ആരെങ്കിലും ഈ ഒരു ജേർണിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ വീണ്ടും ചെയ്യണം എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ അസംബിൾ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അസംബിൾ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.